നമ്മളുടെ രാജ്യത്ത് 2017 വരെയുള്ള കണക്കനുസരിച്ച് 40,000-ത്തിലധികം റോഹിംഗ്യ മുസ്ലിങ്ങളാണ് രാജ്യത്ത് അഭയാർത്ഥികളായി എത്തിയിട്ടുള്ളത്. ഇതിൽ 16,000 പേർ ഐക്യരാഷ്ട്ര സംഘടനയായ UNHCR-ൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഭയാർത്ഥികളുമാണ്. ഇവരെ ഉടനടി പുറത്താക്കുക അസാധ്യമാണ് നമ്മുടെ രാജ്യത്തിന്. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് ലോകത്ത് ഒരു രാജ്യമില്ല എന്നുള്ളതാണ് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. ഇന്ത്യ, ബംഗ്ലാദേശ്, മലേഷ്യ തുടങ്ങിയ ഇടങ്ങളിലാണ് ഇവർ കൂടുതലായും കുടിയേറ്റക്കാരായി എത്തിയിരുന്നത്. മുൻപ് എല്ലാ രാജ്യങ്ങളും ഇവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെങ്കിലും ഇപ്പോൾ പല രാജ്യങ്ങളും അതിന് മടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞ 2 മാസം മുമ്പായിരുന്നു, 300ഓളം റോഹിംഗ്യകൾ കയറിയ ഒരു ബോട്ട് മലേഷ്യൻ തീരത്ത് അടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ബോട്ട് വെടിവെച്ച് തകർക്കുകയാണ് മലേഷ്യ ചെയ്തത്. ഒരു മുസ്ലിം രാഷ്ട്രമായ മലേഷ്യയ്ക്ക് പോലും ഇവരെ വേണ്ടാതായിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർ എത്തുന്നിടങ്ങളിലെല്ലാം തീവ്രവാദത്തിൻ്റെയൊക്കെ മുന്നണി പോരാളികളായി ഇവർ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവർക്ക് സ്വന്തമായി ഒരു രാജ്യമില്ല. മ്യാൻമാറിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഈ റോഹിംഗ്യകൾ കുടിയേറിയത്. മ്യാൻമാറിൽ നിന്ന് അവരെ തല്ലി ഓടിക്കുകയായിരുന്നു അവിടെയുള്ളവർ. ബുദ്ധിസ്റ്റുകളും ഈ റോഹിംഗ്യകളും തമ്മിലുള്ള സംഘർഷം, ആഭ്യന്തര കലാപം എത്രയോ വർഷങ്ങൾ നീണ്ടു നിന്നാണ്. അപ്പോൾ അത്തരത്തിൽ വന്നു കയറിയ ഈ 40,000-ത്തിലധികം വരുന്ന റോഹിംഗ്യകളെ മടക്കി അയക്കാൻ ഇനിയൊരു ഇടമില്ല. ഈ മ്യാൻമാറിലേക്ക് തന്നെ മടക്കി അയക്കാൻ കഴിയുകയുമില്ല. കാരണം അവർ പീഡനം അനുഭവിച്ച ഒരു രാജ്യത്തേക്ക് മടക്കി അയക്കുവാൻ നമ്മളുടെ അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവരെ കാലങ്ങളോളം തീറ്റിപ്പോറ്റേണ്ട അവസ്ഥയിലാകുന്ന, കാരണം ഇവർ നിലവിൽ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്, ഒപ്പം തന്നെ ഡിറ്റൻഷൻ സെൻ്ററുകളിലുണ്ട്. അതുകൂടാതെ അനധികൃതമായി നുഴഞ്ഞു കയറിയവർ പലരും പിടിയിലാകുന്നുണ്ട്. അവർ നുഴഞ്ഞു കയറിയിടത്തേക്ക് തന്നെ അവരെ പറഞ്ഞു വിടുന്നതുമുണ്ട്. അത് വളരെ കുറച്ച് പേർ മാത്രമാണ്. ഇപ്പോൾ റോഹിംഗ്യകളുടെ ഒരു നുഴഞ്ഞുകയറ്റം വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തേക്കില്ല. കാരണം അവരെ പിടികൂടുകയാണ് ചെയ്യുന്നത്. പിടികൂടിയാൽ തടങ്കൽ പാളയത്തിൽ കഴിയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് പലരും ആ പണിക്ക് മുതിരാത്തത്. ഇനി ബംഗ്ലാദേശികളുടെ കാര്യമെടുത്താൽ അത് ഇതിനേക്കാൾ കുറച്ചുകൂടി ഭീകരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. 2016-ൽ നമ്മളുടെ അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയായ കിരൺ റിജ്ജു പാർലമെൻറ്റിൽ പറഞ്ഞത് 2 കോടിയിലധികം ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട് എന്നാണ്. 2001 വരെ, അതായത് 2004-ൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി, അത് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, അന്നത്തെ ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് 120 ദശലക്ഷം, അതായത് 1.2 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട് എന്നാണ്. അത് 2001 വരെയുള്ള കണക്കാണ്. പക്ഷേ 2016 ആയപ്പോഴേക്കും അത് 2 കോടി എത്തി. ഏതാണ്ട് 60-67% വർധനവാണ് ഈ ബംഗ്ലാദേശികളുടെ ഈ കടന്നുവരവിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് അനവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ബംഗാളാണ്. ബംഗാളും ആസാമുമാണ് ഈ ബംഗ്ലാദേശികൾ കൂടുതലായി എത്തിയിട്ടുള്ള ഇടങ്ങൾ. ഈ ബംഗാൾ സർക്കാരാണ് എല്ലാവിധ സഹായങ്ങളും ഈ ബംഗ്ലാദേശികൾക്ക് നൽകിയിരുന്നതെന്ന് വേണം നാം പറയേണ്ടി വരുന്നത്. കാരണം ഈ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു നമ്മളുടെ സേന, ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം അതിർത്തിയിൽ ഒരു മുള്ളുവേലി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മമതാ സർക്കാരുമായി ഉണ്ടായ ഒരു തർക്കം ഇപ്പോൾ കോടതി കയറിയിരിക്കുകയാണ്. 600 കിലോമീറ്റർ, 2100-നടുത്ത് കിലോമീറ്റർ ദൈർഘ്യം വരുന്നത് ഈ ബംഗ്ലാദേശും ബംഗാളുമായിട്ടാണ്, പശ്ചിമ ബംഗാളുമായിട്ടാണ്. ആ പശ്ചിമ ബംഗാളിൻ്റെ 600 കിലോമീറ്റർ ഏരിയയിൽ വേലി കെട്ടാനായി തുനിഞ്ഞ കേന്ദ്രത്തെ തടഞ്ഞതും ഉടക്കുണ്ടാക്കിയതും മമതയാണ്. അതിന് സ്ഥലം സംസ്ഥാന സർക്കാർ വിട്ടു നൽകിയതുമില്ല. ഇപ്പോഴത് കോടതി കയറുന്നു, നിയമപ്രശ്നങ്ങളുമായി മുൻപോട്ട് പോകുന്നു. അങ്ങനെ എല്ലാവിധ സഹായവും നൽകി, അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാനുള്ള സഹായം നൽകി, അവർക്ക് ID കാർഡും മറ്റും കൊടുത്ത് ഇവിടെ അവരെ കൊണ്ടുവന്നെത്തിക്കുന്നതിൽ ഈ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം വലിയ ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. കാരണം ഈ കടന്നു വരുന്നവരെല്ലാം തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവരെ വോട്ട് ബാങ്കാക്കി നിലനിർത്തിക്കൊണ്ട് ജയിച്ച് കയറുക എന്നൊരു തന്ത്രമാണ് കാലങ്ങളായി പശ്ചിമ ബംഗാൾ നടപ്പാക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചയക്കുക അല്പം പ്രയാസകരമാണ്. അതിനൊരു പ്രധാന കാരണം ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവർ, പതിറ്റാണ്ടുകളായി കുടിയേറിയവരുണ്ട്, അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ കുടിയേറിയവരുണ്ട്. അവരിൽ പലരും ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ചേർന്ന് ജീവിക്കുകയാണ്. അതിൽ പലരും ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന് വിവാഹം കഴിച്ചവരുണ്ട്, നമ്മുടെ നിയമസഭയിലേക്കും മറ്റും മത്സരിച്ചവരുണ്ട്. ഇവിടെ തന്നെ അവരുടെ വേരുകൾ ആഴ്ന്ന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെയൊക്കെ ഇനി പൂർവ്വകാലം തപ്പിയെടുത്ത് തെളിവുണ്ടാക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക്, അതായത് ഇവിടെ നിന്ന് ബംഗ്ലാദേശികളെ പിടിച്ച് ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുകയാണെങ്കിൽ അവിടുത്തെ സർക്കാരിന് ഇവർ ബംഗ്ലാദേശികളാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ബംഗ്ലാദേശ് ഇവരെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ മുൻകാലങ്ങളിൽ കയറിക്കൂടിയവർ പലരും ഇപ്പോൾ ഇന്ത്യക്കാർ എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. അവർക്ക് പണ്ട് പുരാതന കാലം തൊട്ടേ വ്യാജ ഐഡികളും മറ്റും ഉണ്ടാക്കി കൊടുത്ത് അവരെ ഇവിടുത്തുകാരാക്കി മാറ്റിയിരിക്കുന്നു. ഇനി അവർക്ക് ബംഗ്ലാദേശി പൗരന്മാരാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കണ്ടെത്തുക പ്രയാസകരമാണ്. ഇനി അഥവാ ആ രേഖ ഉണ്ടെങ്കിലും അത് ബംഗ്ലാദേശിൻ്റെ പക്കലായിരിക്കും. ബംഗ്ലാദേശ് ഒരിക്കലും ആ രേഖകൾ നൽകാൻ പോകുന്നില്ല, അവർ അത് അംഗീകരിക്കാനും പോകുന്നില്ല. കാരണം ഈ 2 കോടിയിലധികം പേർ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ 2 കോടി ഇപ്പോൾ തന്നെ ജനസംഖ്യ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടേക്ക് ഈ 2 കോടി ആളുകളെ കൂടി
നമ്മൾ നടതള്ളുകയാണെങ്കിൽ ബംഗ്ലാദേശിന് സഹിക്കുന്നതിൻ്റെ അപ്പുറമായി മാറും. അതുകൊണ്ട് തന്നെ അവരത് അംഗീകരിക്കാനും സാധ്യതയില്ല. പിന്നീട് പിടികൂടുന്ന ബംഗ്ലാദേശികൾ, അതായത് പുതിയതായി കടന്നു വന്ന ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് കടന്നു വന്ന ബംഗ്ലാദേശികളെയാണ് ഇപ്പോൾ ഓടിച്ചിട്ട് വിവിധ സംസ്ഥാനങ്ങൾ പിടിക്കുന്നത്. കാരണം അവരെ വളരെ എളുപ്പത്തിൽ നമുക്ക് നാട് കടത്താൻ കഴിയും. സുപ്രീം കോടതി തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യം, ഇനി ഇവരെ ഈ തടവറയിലിടേണ്ട ആവശ്യമില്ല. കാരണം ഇവരെ പിടികൂടിക്കഴിഞ്ഞാൽ, അവരുടെ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നാട് കടത്തണമെന്ന് കോടതി അസം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഈ 2 കോടി പേരെ, അല്ലെങ്കിൽ 2 കോടിയിലധികം പേരുണ്ട് എന്ന് 2016 കിരൺ റിജിജു അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയാണ് പറഞ്ഞത്. അത്രയും ആളുകളെ ഏതായാലും പുറത്താക്കുക അസാധ്യമായ കാര്യമാണ്. ഏതായാലും കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് എത്തിയ ബംഗ്ലാദേശികളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പക്ഷേ അത് തന്നെ വലിയൊരു സംഖ്യ വരും എന്ന് തന്നെ വേണം കരുതാൻ. കുറഞ്ഞ പക്ഷം ഒരു 50 ലക്ഷം പേരെങ്കിലും അത്തരത്തിൽ വരും. ഏതായാലും ഇരവാദക്കാർക്ക് വരുന്ന കാലങ്ങളിൽ അനവധി പണികളുണ്ട്. കാരണം ഇതിൻ്റെ ചൊല്ലി സമരങ്ങൾ നടത്തും, ചാനലുകളിൽ ഡിബേറ്റ് നടത്തും, ചർച്ച നടത്തും, ഇരവാദമുയർത്തും. പക്ഷേ ഏത് ഇരവാദമുയർത്തിയാലും ലോകമെമ്പാടും ഇപ്പോൾ കുടിയേറിയ, അതായത് അനധികൃതമായി കുടിയേറിയവരെ പുറത്താക്കുന്ന തിരക്കിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ച് മറ്റു രാജ്യങ്ങളും ആ പണി തുടങ്ങിയിരിക്കുകയാണ്. കാരണം അവരെ കൂടി തീറ്റിപ്പോറ്റാനും അവർ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ മൂലം രാജ്യം ശിഥിലമാകാനും ഒരു രാജ്യവും ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ബംഗ്ലാദേശികളെ നാട് കടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് പിടികൂടി നാളെ നാട് കടത്താൻ പാകത്തിനല്ല കാര്യങ്ങൾ എന്നാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. കാരണം അതിന് അനവധി കടമ്പകളുണ്ട്, വർഷങ്ങളെടുത്തേക്കാം. ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ധീരമായ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. വളരെ വൈകിയാണെങ്കിൽ പോലും അവരെ പുറത്താക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 10 വർഷത്തിനുള്ളിൽ ഈ രാജ്യത്ത് കടന്നു കയറിയ ബംഗ്ലാദേശികൾക്ക് ആയിരിക്കും പിടികൂടുകയും തടങ്കൽപ്പാളയത്തിൽ വെക്കുകയും പുറത്താക്കുകയും ചെയ്യപ്പെടുക. ഏതായാലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കുടിയേറിയ ബംഗ്ലാദേശികളെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഐഡിയയും സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെയാണ് അസമിൽ മുൻപ് വലിയ രീതിയിലുള്ള കലാപങ്ങളും സമരങ്ങളും നടന്നത്. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അന്ന് ഇവിടെയുള്ള പല മാധ്യമങ്ങളും പറഞ്ഞു മുസ്ലിങ്ങളെ കുടിയിരുത്താനാണ് ആസാമിലെ ജനം സംഘടിക്കുന്നതെന്ന്. പക്ഷേ കുടിയിരുത്താനല്ല, അവിടുന്ന് കുടിയിറക്കാനായിരുന്നു അവരുടെ സമരം. 1971 ശേഷം വന്ന ഒരു അഭയാർത്ഥിക്കും ഇല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരനും ഈ മണ്ണിൽ ഇടമില്ല, അത് സർക്കാർ ഉറപ്പുവരുത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് അവിടെ പൗരത്വ ഭേദഗതി രജിസ്റ്റർ വേണമെന്ന് അസാം ജനത ആവശ്യപ്പെട്ടത്. ഈ അസാം ജനതയുടെ ഒപ്പം തന്നെ അവിടെ തദ്ദേശീയരായ മുസ്ലിങ്ങളുമുണ്ട്. കാരണം ആ മുസ്ലിങ്ങളുടെ അവകാശങ്ങളും കാര്യങ്ങളുമെല്ലാം ഈ കടന്നു വന്നവർ കവർന്നെടുത്തിരുന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നൊരു വിവരം, നമ്മൾ കുടിയേറ്റക്കാരെ പതുക്കെ പുറന്തള്ളി തുടങ്ങിയിരിക്കുകയാണ്. ഈ 2 കോടി പേരെ കണ്ടെത്തി പുറത്താക്കുക എന്നുള്ളത് ഒരുപക്ഷെ വർഷങ്ങൾ നീളുന്ന ഒരു വലിയ പ്രക്രിയയായിരിക്കും. പക്ഷേ കുറച്ച് പേരെ നമ്മൾ ഇപ്പോൾ പുറത്താക്കി കഴിഞ്ഞാൽ ഇനി കൂടുതൽ പേർ ഇങ്ങോട്ട് വരാതിരിക്കുമായിരിക്കും. ഇത് തന്നെയാണ് ന്യൂസ് നടത്തുന്ന പോയിന്റ്. നന്ദി, നമസ്കാരം.